ആരെങ്കിലും ഒന്ന് വോയിസ് അൺമ്യൂട്ട് ആക്കി പറയൂ. ഹലോ. ഓക്കെ, ഇതില് ചാറ്റ് ചെയ്താലും മതി. ഓക്കെ. അപ്പോ ഇതിലും ഫസ്റ്റ് കാണുന്ന ഫിഗർ ഏതാണ്? ഫസ്റ്റ് കാണുന്ന ഫിഗർ ഏതാണ്? സ്തൂപിക അല്ലെങ്കിൽ സമചതുര സ്തൂപിക. ഇംഗ്ലീഷിൽ എന്താ പറയാ? സ്തൂപിക. ഓക്കെ. വെറും സ്തൂപികയാണോ? സമചതുര സ്തൂപിക. ഓക്കെ അല്ലേ? ഇംഗ്ലീഷിൽ ഇതിനെ പറയുന്ന പേരെന്തായിരുന്നു? ആരാണ് വരക്കാൻ തുടങ്ങിയത്? ഇപ്പോ സമചതുര സ്തൂപികന്റെ ഇംഗ്ലീഷ് എന്തായിരുന്നു? ഇംഗ്ലീഷില് ഇതിനെ പിരമിഡ് എന്നാണ് പറയില്ലേ? സ്ക്വയർ പിരമിഡ്. സ്ക്വയർ പിരമിഡ്. ഓക്കെ. നെക്സ്റ്റ് പിക്ചറിൽ കാണുന്ന ഈ രൂപത്തിന് എന്താണ് പറയാ? ജസ്റ്റ് ഒന്ന് കമന്റ് ചെയ്യൂ ആരെങ്കിലും. ഓക്കെ, ഫസ്റ്റ് വൺ. സെക്കൻഡ് വൺ ഏതാണ്? കോൺ ആണ് അല്ലേ? ഇസ് എ കോൺ. അല്ലെങ്കിൽ മലയാളികൾ എന്താ പഠിച്ചിട്ടുള്ളത്? കോണിന് എന്താണ് മലയാളം? അയ്യോ, ഞാൻ മറന്നുപോയി. വൃത്തസ്തൂപിക അല്ലെ? വൃത്തസ്തൂപിക. സ്തൂപികയാണോ? ആരെങ്കിലും തെറ്റാണെങ്കിൽ ഒന്ന് കമന്റ് ചെയ്യണേ. നെക്സ്റ്റ് വരുന്നത് സ്ഫിയർ അല്ലെ? സ്ഫിയർ അതായത് ഗോളം അല്ലെ? ഈ മൂന്ന് ആ, ഘനരൂപങ്ങളുടെയും ആ, ഈ മൂന്ന് ഘനരൂപങ്ങളുടെയും പ്രോപ്പർട്ടീസ് ആണ് നമുക്ക് ഈ ചാപ്റ്ററിൽ പഠിക്കാനുള്ളത്. ഓക്കെ അല്ലേ? ഓക്കെ. നെക്സ്റ്റ് നമ്മൾ മെയിൻ ആയിട്ട് ഫോക്കസ് ചെയ്യാൻ പോകുന്നത് സമചതുര സ്തൂപിക അല്ലെങ്കിൽ സ്ക്വയർ പിരമിഡിനെ ആണ്. ഓക്കെ. ഒരു സ്ക്വയർ പിരമിഡ് എന്ന് പറഞ്ഞാൽ എന്താണ്? ഇതിൽ നിങ്ങൾക്ക് കാണുന്ന ഈ പിക്ചറിലുള്ളതാണ് സ്ക്വയർ പിരമിഡ്. ഈ സ്ക്വയർ പിരമിഡിനെ ഒന്ന് നിവർത്തി വെച്ചാൽ എങ്ങനെ ഉണ്ടാവും? ആ പിക്ചറാണ് ഇവിടെ നമുക്ക് കാണാൻ പറ്റുന്നത്. ഓക്കെ അല്ലേ? ഈ സ്ക്വയർ പിരമിഡിനെ നിവർത്തി വെക്കുമ്പോഴുള്ള രൂപമാണ് ഇവിടെ കാണുന്നത്. ഓക്കെ. അപ്പൊ ഈ പിക്ചറിന്റെ പ്രത്യേകത എന്താണ്? അതായത് ഒരു സമചതുര സ്തൂപികനെ നമ്മൾ പൊളിച്ചെടുത്ത് നിവർത്തി വെച്ച രൂപമാണ് ഇവിടെ കാണുന്നത്. ഓക്കെ. അതില് നമുക്ക് എന്തൊക്കെ കാണാൻ പറ്റും? എന്തൊക്കെ കാണാൻ പറ്റും ഈ പിക്ചറിൽ? ഒരു സമചതുരം അല്ലെങ്കിൽ ഒരു സ്ക്വയർ ഉണ്ട്. പിന്നെ അതേപോലെ 4 ട്രയാങ്കിൾസ് ഉണ്ട് അല്ലെ? എന്തായിരിക്കും ഈ ട്രയാങ്കിൾസിന്റെ ഒക്കെ പ്രത്യേകത? ഈ ട്രയാങ്കിൾസിന്റെ എല്ലാം ഈ സൈഡും ഈക്വൽ ആയിരിക്കും. ആണോ? അങ്ങനെയുള്ള ട്രയാങ്കിൾസിന് നമ്മൾ ഒരു പേര് പറയും. ഈ സൈഡും ഈക്വൽ ആയിരിക്കും. ഈ സൈഡും ഈക്വൽ ആയിരിക്കും. ഓക്കെ അല്ലേ? അതായത് 4 ഒരു ആ ഒരു ഒരു ആ, ഒരു സ്ക്വയറും അതേപോലെ 4 ട്രയാങ്കിൾസും ഉള്ള പിക്ചറാണ് നിങ്ങൾക്ക് കാണാൻ പറ്റുന്നത്. ഓക്കെ.
ഒരു സ്ക്വയർ പ്ലസ് 4 ട്രയാങ്കിൾസ്. 4 ട്രയാങ്കിൾസ് എങ്ങനെയുള്ള ട്രയാങ്കിൾസ് ആണ്? ഐസോസ്ലസ് ട്രയാങ്കിൾസ് അല്ലേ? സ്ക്വയറും 4 ഐസോസസ് ട്രയാങ്കിൾ. ഐസോസസ് ട്രയാങ്കിളിനെ നമ്മൾ മലയാളത്തില് എന്താ പറയാ, സമപാർശ്വ ത്രികോണങ്ങൾ. ഓക്കെ, ഐസോസസ് ട്രയാങ്കിൾ. ഓക്കെ, നെക്സ്റ്റ് ഇനി നമുക്ക് ആദ്യം ഈ ചാപ്റ്ററിൽ നിങ്ങൾ പഠിക്കുന്ന എന്താണ്, ഓരോ സമചതുര സ്തൂപികയുടെ ഓരോ ഭാഗങ്ങളെ കുറിച്ചാണ് അല്ലേ? ഫസ്റ്റ് ഈ മുകളിലുള്ള ഭാഗത്തിന് എന്താ പറയാ? ആർക്കെങ്കിലും ഒന്ന് കമന്റ് ചെയ്യാൻ പറ്റുമോ? മുകളിൽ കാണുന്ന ഭാഗം, ഏറ്റവും മുകളിൽ കാണുന്ന ഭാഗത്തിന് എന്താ പറയാ? മലയാളത്തിൽ ശീർഷം എന്നാണ് പറയുന്നത്. ഓക്കെ, ശീർഷം അല്ലെങ്കിൽ എന്താണ്? അപ്പെക്സ്. അപ്പെക്സ്. ഓക്കെ, നെക്സ്റ്റ് ഇങ്ങനെ ഒരു എഡ്ജ് ഉണ്ട്. പാർശ്വവക്ക് എന്നാണ് മലയാളത്തിൽ പാർശ്വവക്ക്. ഇതിന് ഇംഗ്ലീഷിൽ പറയാം ലാറ്ററൽ എഡ്ജ്. ഓക്കെ, ലാറ്ററൽ എഡ്ജ്. അതേപോലെ ഇവിടെയുള്ള ഈ എഡ്ജിന് എന്താ പറയാ? ബേസ് എഡ്ജ് അല്ലേ? ബേസ് എഡ്ജ്. ബേസ് എഡ്ജ് അല്ലെങ്കിൽ മലയാളത്തിൽ പാദവക്ക് എന്ന് പറയും. ഓക്കെ, ഇത്രയും കാര്യങ്ങൾ ക്ലിയർ ആണോ? യെസ്. ഓക്കെ, അപ്പൊ എന്തൊക്കെയാ പറഞ്ഞത്? ഒരു സമചതുര സ്തൂപികേന്റെ ഒരു മിനിറ്റ്. ഹലോ. അപ്പോ പാദവക്ക്. ഓക്കെ, അപ്പൊ ഏതൊക്കെയാണ് നമ്മൾ പറഞ്ഞത്? ഒരു ഒരു എന്താ സമചതുര സ്തൂപികയുടെ ഏറ്റവും മുകളിൽ ഈ അറ്റത്തെ ശീർഷം എന്ന് പറയും. അതേപോലെ ഈ സൈഡിനെ പാർശ്വവക്ക് അല്ലെങ്കിൽ ലാറ്ററൽ എഡ്ജ് എന്ന് പറയും. അതേപോലെ താഴെയുള്ള ഭാഗത്തിനെ ബേസ് എഡ്ജ് അല്ലെങ്കിൽ പാദവക്ക് എന്ന് പറയും. ഓക്കെ അല്ലേ? അപ്പോ ഇനി ഇതിൽ പറയാനുള്ളത്, ഓരോ ഭാഗങ്ങൾ നിങ്ങൾക്ക് മനസ്സിലായി എന്ന് വിചാരിക്കുന്നു. പിന്നെ ഇതിൽ ഒരു ചെരിവുയരം എന്നുള്ള കൺസെപ്റ്റ് ഉണ്ട്. എന്താണ് ചെരിവുയരം എന്ന് പറയുന്നത്? ചെരിവുയരം അതായത് ഇവിടെ നിന്നും ഇങ്ങോട്ടുള്ള ഉയരം. ഓക്കെ, അതായത് ഈ ട്രയാങ്കിളിന്റെ, ഞാൻ ഇതിൽ കാണിച്ചു തരാം. ഈ ട്രയാങ്കിളിന്റെ ഈ ഉയരാണ് നമ്മൾ ചെരിവുയരായിട്ട് യൂസ് ചെയ്യുന്നത്. ഓക്കെ ആണോ? ഈ ഒരു എന്താ സമചതുര സ്തൂപികയുടെ 4 ട്രയാങ്കിൾസ് ഉണ്ടാവും എന്ന് നമ്മൾ പറഞ്ഞു. അതിലുള്ള ഓരോ ട്രയാങ്കിളിന്റെയും ഈ ഹൈറ്റ് അല്ലെ, ബേസിന്റെ, അതായത് ഈ ട്രയാങ്കിളിന്റെ മുകളിലുള്ള ഭാഗത്തുനിന്ന് ഈ ബേസ് എഡ്ജിലേക്കുള്ള ഒരു ദൂരമാണ് നമ്മൾ എന്തായിട്ട് പറയുന്നത്? ഹൈറ്റ്, ചെരിവുയരം, അല്ലെങ്കിൽ ഇതിനെ സ്ലാന്റ് ഹൈറ്റ് എന്ന് പറയും. ഓക്കെ, ചെരിവുയരം, സ്ലാന്റ് ഹൈറ്റ്. ഇത്രയും കാര്യങ്ങൾ ക്ലിയർ ആണെന്ന് വിചാരിക്കുന്നു. നെക്സ്റ്റ് ഇതുമായിട്ട് ബന്ധപ്പെട്ട്
ഈ ചെരുവേരം നിങ്ങൾക്ക് മനസ്സിലായനോ എന്നുള്ളത് മനസ്സിലാക്കാൻ വേണ്ടിയിട്ട് ഞാനൊരു ക്വസ്റ്റ്യൻ ഇവിടെ കൊണ്ടുവന്നിട്ടുണ്ട്. കാണാൻ പറ്റുന്നുണ്ടോ? This is the question. The lateral face of a square pyramid is given in the figure. What is the length? ഇതിൽ അളവ് തന്നിട്ടുണ്ട്. എന്നിട്ട് ഞാൻ എഴുതാൻ മറന്നുപോയി. 13 സെന്റിമീറ്റർ ആണ് ഈ സൈഡ്. ഈ സൈഡും 13 സെന്റിമീറ്റർ ആയിരിക്കും അല്ലേ? നമ്മൾ പറഞ്ഞു ഐസോസെലസ് ട്രയാങ്കിൾസ് ആണ്, അതുകൊണ്ട് രണ്ട് സൈഡ്സും ഈക്വൽ ആയിരിക്കും. ഈ സൈഡ് 10 സെന്റിമീറ്റർ. ഇത്രയും നിങ്ങൾക്ക് ക്വസ്റ്റ്യനിൽ തന്നിട്ടുള്ള കാര്യങ്ങളാണ്. അപ്പൊ ഈ ക്വസ്റ്റ്യൻ ഒന്ന് ചെയ്തു നോക്കൂ. ഇതൊരു പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ. സംശയമുണ്ടോ ആർക്കെങ്കിലും? ഹലോ ആ ഹലോ ഷറഫി, എന്തോ സംശയമാണോ ചോദിച്ചത്? അപ്പൊ നമ്മള് ഓക്കെ ശരി. അപ്പോ എന്താ തന്നിട്ടുള്ളത്? ക്വസ്റ്റ്യനിൽ എന്തൊക്കെയാ തന്നിട്ടുള്ളത്? ലാറ്ററൽ ഫേസ് ഓഫ് എ സ്ക്വയർ പിരമിഡ് ഈസ് ഗിവൺ ഇൻ ദ ഫിഗർ. വാട്ട് ഈസ് ദ ലെങ്ത് ഓഫ് ദി ബേസ് എഡ്ജ്? ബേസ് എഡ്ജിന്റെ ലെങ്ത് എന്തായിരിക്കും? നമുക്ക് പിക്ചർ കണ്ടത് ജസ്റ്റ് ഒരു നമുക്ക് ഇവിടെ സ്ക്വയർ പിരമിഡ്, അതായത് സമചതുര സ്തൂപിക ഒന്നും തന്നിട്ടില്ല. ജസ്റ്റ് എന്ത് തന്നിട്ടുള്ളൂ? ട്രയാങ്കിൾ മാത്രമാണ് തന്നിട്ടുള്ളത്. ഇതിൽ നിങ്ങൾ കണ്ടെത്തണം ലെങ്ത് ഓഫ് ദി ബേസ് എഡ്ജ് എന്താണെന്നാണ് ചോദിച്ചിട്ടുള്ളത്. എന്തായിരിക്കും ആൻസർ വരിക? ആർക്കെങ്കിലും ഒന്ന് കമന്റ് ചെയ്യാൻ പറ്റുമോ? അപ്പൊ നിങ്ങൾ എന്ത് ചെയ്യണം? ബാക്കിയുള്ള ഈ സമചതുര സ്തൂപിക, ഈ ട്രയാങ്കിൾ വെച്ചിട്ടുള്ള ആ സമചതുര സ്തൂപിക അല്ലെങ്കിൽ സ്ക്വയർ പിരമിഡിനെ നിങ്ങൾ എന്ത് ചെയ്യണം? ഇമാജിൻ ചെയ്യണം. ഓക്കെ, അങ്ങനെയാണെങ്കിൽ ഇതിന്റെ പാദവക്ക് എത്ര ആയിരിക്കും വരിക? കമന്റ് ചെയ്യോ ആരെങ്കിലും? എത്രയാ? ഏതാണ് പാദവക്കായിട്ട് വരിക? ഈ ചതുരത്തിന്റെ ഈ ഭാഗല്ലേ? അല്ലേ? ഇതല്ലേ പാദവക്കായിട്ട് വരിക? ഓക്കെ, അപ്പൊ ഇവിടെ എന്താണ് ആ ഭാഗമായിട്ട്? ഈ ട്രയാങ്കിളിന്റെ ഏത് സൈഡാണ് വരിക? ഈ സൈഡ് ആയിരിക്കും അല്ലേ വരിക? അപ്പോ ഫസ്റ്റ് ക്വസ്റ്റ്യൻ സിമ്പിൾ ക്വസ്റ്റ്യൻ ആണ്. വാട്ട് ഈസ് ദ ലെങ്ത് ഓഫ് ദി ബേസ് എഡ്ജ് എന്നുള്ളത് 10 സെന്റിമീറ്റർ. ഓക്കെ, അപ്പോ ഈ കൺസെപ്റ്റ് മനസ്സിലായവർക്ക് ഇത് മനസ്സിലാവുള്ളൂ, അതായത് എഴുതാൻ പറ്റുള്ളൂ. കാരണം ബേസ് എഡ്ജ് എന്നാണ് ചോദിച്ചത്. നമുക്ക് പിക്ചറിൽ ഒരു ട്രയാങ്കിൾ മാത്രമേ തന്നിട്ടുള്ളൂ, പക്ഷെ നേരെ പാദവക്കിന്റെ നീളം ചോദിച്ചു. അപ്പൊ A is equal to 10 സെന്റിമീറ്റർ ആണ്. യെസ്, 10 സെന്റിമീറ്റർ is the answer. Okay, next, find the slant height of the pyramid. Slant height എന്താ വരിക? Slant height എന്തായിരിക്കും? ഈ ട്രയാങ്കിളിന്റെ ഈ ശീർഷത്തിൽ നിന്നും താഴേക്ക് വരക്കുന്ന ഈ ലൈനാണ് നമ്മൾ സ്ലാന്റ് ഹൈറ്റ് എന്ന് പറയുന്നത് അല്ലേ? അപ്പോ ഇതെങ്ങനെ നമ്മൾ കണ്ടെത്തും? ചെരിവ് ഉയരം. അപ്പൊ നമുക്ക് എന്തുണ്ട് ഇവിടെ? ഇവിടെ നമുക്ക് ഒരു രണ്ട് മട്ട ത്രികോണങ്ങൾ അല്ലെങ്കിൽ റൈറ്റ് ആംഗിൾഡ് ട്രയാങ്കിൾസ് കിട്ടിയിട്ടുണ്ട് അല്ലേ? അപ്പൊ ഇനി അതിന്റെ രണ്ട് സൈഡിന്റെ അളവ് നമുക്കറിയാം. അങ്ങനെയാണെങ്കിൽ ഈ മൂന്നാമത്തെ സൈഡിന്റെ അളവ് നമുക്ക് കണ്ടുപിടിക്കാൻ പറ്റുമല്ലോ. ഓക്കെ, ഇതിനെ ഞാൻ എൽ എന്നായിട്ടാണ് എടുക്കുന്നത്. എൽ എന്നുള്ളത് അല്ല, ഇത് എഡ്ജ് ആണല്ലോ അല്ലെ? ഇതിനെ ഇ എന്നായിട്ടും, ഇതാണ് സ്ലാന്റ് ഹൈറ്റിനെയാണ് നമ്മൾ എൽ എന്ന് സൂചിപ്പിക്കുന്നത്. പാദവക്കിനെ നമ്മൾ എ എന്ന ലെറ്റർ കൊണ്ടാണ് സാധാരണ സൂചിപ്പിക്കാറുള്ളത്. ഓക്കെ ആണല്ലോ? അപ്പൊ നമുക്ക് ഓക്കെ, അപ്പോ ഈ ലെങ്ത് നമ്മൾ എൽ എങ്ങനെ കണ്ടുപിടിക്കും? അതായത് ചെരിവ് ഉയരം നമുക്ക് എങ്ങനെയാണ് കണ്ടുപിടിക്കാൻ പറ്റുക?
നമുക്ക് ഏത് യൂസ് ചെയ്യാം? പൈതഗോറസ് തിയറം യൂസ് ചെയ്യാം അല്ലേ? എന്താണ് പൈതഗോറസ് തിയറം? ഓർമ്മയുണ്ടോ? പൈതഗോറസ് തിയറം എന്ന് പറയുന്നത് എന്താണ്? കർണം സ്ക്വയർ മൈനസ് കർണം സ്ക്വയർ സമം പാദം സ്ക്വയർ പ്ലസ് ലംബം സ്ക്വയർ ആണ് അല്ലേ? അല്ലെങ്കിൽ ഹൈപ്പോട്ടന്യൂസ് സ്ക്വയർ ഇസിക്കൽ ടു ബേസ് സ്ക്വയർ പ്ലസ് ആൾട്ടിറ്റ്യൂഡിന്റെ സ്ക്വയർ അല്ലേ? അപ്പൊ ഇവിടെ ആൾട്ടിറ്റ്യൂഡ് ആയിട്ട് വരുന്നത് എല്ലാണ്. ബേസ് 10 എന്നുള്ളതിന്റെ പകുതി മതി. ഈ ടോട്ടൽ നീളമാണ് 10. ഇതിന്റെ പകുതി അപ്പോൾ 5 സെന്റിമീറ്റർ ആണ് ഉണ്ടാവുക. നമ്മളോട് ഈ എല്ലാണ് കണ്ടുപിടിക്കാൻ പറഞ്ഞിട്ടുള്ളത്. അപ്പൊ നമ്മൾ എങ്ങനെ എല്ല് കണ്ടെത്തും? അതിന് ഞാൻ എൽ സ്ക്വയർ ഇസിക്കൽ ടു നമുക്ക് എന്ത് ചെയ്യാം? ഇ സ്ക്വയർ മൈനസ് എന്താണ് ഉണ്ടാവുക? ഈ സൈഡിന്റെ മൊത്തം നീളം എ ആണ് അല്ലേ? അതിന് ഞാൻ a/2 എഴുതി. a/2 സ്ക്വയർ. ഓക്കെ, എന്റെ പകുതി, അതായത് 10ന്റെ പകുതി 5 വരും ഇവിടെ. അപ്പൊ നമ്മൾക്കൊന്ന് കണ്ടുപിടിച്ച് നോക്കാം. എല്ല് നമ്മൾ എല്ലാണ് നമുക്ക് കണ്ടുപിടിക്കാനുള്ളത്. അപ്പോൾ എൽ സ്ക്വയർ ഈസ് ഈക്വൽ ടു ഇ എത്രയാണ്? 13 ആണല്ലേ? അപ്പോൾ 13 സ്ക്വയർ മൈനസ് a/2 നമ്മൾ പറഞ്ഞു 5 ആണ്. അപ്പോൾ 5 സ്ക്വയർ എന്ന് വരും. 13ന്റെ സ്ക്വയർ എത്രയാ? 169 ആണല്ലോ. മൈനസ് 25 ദാറ്റ്സ് ഈക്വൽ ടു എത്രയാണ് വരിക? നമ്മൾ എൽ സ്ക്വയർ ആണ് കണ്ടുപിടിക്കുന്നത്. ഇ നമുക്ക് 13 ആണെന്ന് അറിയാം. a/2 5 ആണെന്ന് അറിയാം. 13ന്റെ സ്ക്വയർ 169 എന്ന് ഞാൻ എഴുതി. ആൻഡ് 5 സ്ക്വയർ 25 ആണ്. 169 മൈനസ് 25. യെസ്, വെരി ഗുഡ്. 144 ഈസ് ദി ആൻസർ. അപ്പോൾ ഏതോ ഒരു നമ്പറിന്റെ സ്ക്വയർ ആണ് 144 അല്ലേ? എൽ സ്ക്വയർ ഇസിക്കൽ ടു 1 സ്ക്വയർ. അങ്ങനെയാണ് 144. ദെൻ വാട്ട് വിൽ ബി എൽ? എൽ ഇസിക്കൽ ടു എൽ എത്രയാ? യെസ്, 12 സെന്റിമീറ്റർ. ഓക്കെ, അപ്പൊ നമുക്ക് ഇവിടെ എന്ത് കിട്ടി? എൽ എത്രയാണെന്ന് കിട്ടി. ഓക്കെ ആണല്ലോ? കാണുന്നില്ല. വാട്ട് ഹാപ്പൻഡ്? ആർക്കും കാണുന്നില്ലേ? ആർക്കും കാണാൻ പറ്റുന്നില്ലേ? കാണാൻ പറ്റുന്നുണ്ട്. ഓക്കെ, അപ്പൊ അവരുടെ എന്തോ നെറ്റിന്റെ പ്രശ്നമായിരിക്കും അല്ലേ? ഓക്കെ, അപ്പൊ നമ്മള് അപ്പൊ ഇതിന്റെ ആൻസർ നമുക്ക് കിട്ടി. അപ്പൊ നമ്മൾ എന്തൊക്കെയാ ചെയ്തത് എന്നോട് പറയാം. നമ്മളോട് എന്താ തന്നത്? ബേസ് എഡ്ജ് ആദ്യം ആദ്യത്തെ ക്വസ്റ്റ്യൻ ഏതായിരുന്നു? ബേസ് എഡ്ജ് അല്ലെങ്കിൽ പാദവക്ക് എന്താണെന്നാണ് ക്വസ്റ്റ്യൻ ഉണ്ടായിരുന്നത്. അപ്പൊ നമ്മൾ സിമ്പിൾ ആയിട്ട് കണ്ടുപിടിച്ചു. അത് 10 സെന്റിമീറ്റർ ആണെന്ന് കണ്ടുപിടിച്ചു. നെക്സ്റ്റ്, ഫൈൻഡ് ദ സ്ലാൻഡ് ഹൈറ്റ് ഓഫ് ദി പിരമിഡ്. ഓക്കെ, സ്ലാൻഡ് ഹൈറ്റ് എന്താണെന്നാണ് കണ്ടുപിടിക്കാൻ പറഞ്ഞത്. സ്ലാൻഡ് ഹൈറ്റ് എല്ലാണ്. അത് കണ്ടുപിടിക്കാൻ നമ്മൾ എന്താ ചെയ്യുക? നമ്മള് പൈതഗോറസ് തിയറം യൂസ് ചെയ്തു. ടീച്ചർ മനസ്സിലായിട്ടില്ല. ഓക്കെ, ഞാൻ ഒന്നുകൂടെ പറയാം. നമ്മുടെ ക്വസ്റ്റ്യൻ ഇതായിരുന്നു. ക്വസ്റ്റ്യനിൽ നമുക്ക് ആകെ തന്നിട്ടുള്ളത് ഈ പിക്ചറും ഈ ട്രയാങ്കിൾ ഇതിന്റെ അളവുകളും മാത്രമാണ് തന്നിട്ടുള്ളത്. ഓക്കെ അല്ലേ? അതിന്റെ ട്രയാങ്കിളിന്റെ രണ്ട് സൈഡ്സ് 13 സെന്റിമീറ്റർ ആണെന്ന് തന്നിട്ടുണ്ട്. പാദവക്ക് പാദവക്ക് ഈ സൈഡ് 10 സെന്റിമീറ്റർ ആണെന്ന് തന്നിട്ടുണ്ട്. ഓക്കെ, അപ്പോൾ ബേസ് എഡ്ജ് അല്ലെങ്കിൽ പാദവക്കിന്റെ നീളം, സ്തൂപികയുടെ പാദവക്കിന്റെ നീളം എത്രയാണ്? അതായത് വെറും ഒരു ട്രയാങ്കിൾ തന്ന് അതിൽ നിന്ന് സ്തൂപികന്റെ പാദവക്കിന്റെ നീളം കണ്ടുപിടിക്കാനാണ് നമ്മളോട് പറഞ്ഞത്. അപ്പൊ നമ്മൾ എന്ത് ചെയ്തു? അത് ഇമാജിൻ ചെയ്തു. ഇതൊരു സ്തൂപിക ആയാൽ ഈ സൈഡ് ഓരോ സൈഡും എവിടെയായിരിക്കും വരിക എന്നുള്ളത് നമ്മൾ എന്ത് ചെയ്തു? ഒന്ന് വരച്ചു നോക്കി. അപ്പൊ നമുക്ക് മനസ്സിലായി ഇവിടെ ഏകദേശം ഈ സൈഡായിട്ട് വരുന്നത് ഈ ട്രയാങ്കിളിന്റെ ഈ ഭാഗമായിരിക്കും. അതായത് നമ്മുടെ സ്തൂപികയുടെ പാദവക്ക് 10 സെന്റിമീറ്റർ ആണെന്ന് മനസ്സിലായി. ഓക്കെ അല്ലേ? നെക്സ്റ്റ് കണ്ടെത്താൻ പറഞ്ഞത് സ്തൂപികയുടെ ചെരിവുയരം കണ്ടെത്താനാണ്. ചെരിവുയരം എന്ന് പറഞ്ഞാൽ നമ്മൾ നേരത്തെ പറഞ്ഞു, ഈ ശീർഷത്തിൽ നിന്നും ഈ ബേസിലോട്ടുള്ള ഈ ഹൈറ്റിനെയാണ് നമ്മൾ ട്രയാങ്കിളിലുള്ള ഈ ഹൈറ്റിനാണ് നമ്മൾ ചെരിവുയരം എന്ന് പറയുന്നത് അല്ലെ? ഇത് മിഡ് പോയിന്റിലേക്കാണ് വരക്കുക. ബേസ് എഡ്ജിന്റെ മിഡ് പോയിന്റിലേക്കാണ് വരക്കുക. ഓക്കെ, അങ്ങനെ വരക്കുന്ന ഈ ലെങ്ത് കണ്ടുപിടിക്കാൻ വേണ്ടി നമ്മൾ എന്ത് ചെയ്തു?
നമ്മൾ ദെൻ പൈതഗോറസ് തിയറം യൂസ് ചെയ്തു. അപ്പൊ നമുക്കറിയാം ഇതിന്റെ ഹൈപ്പോട്ടന്യൂസിന്റെ സ്ക്വയറിൽ നിന്ന് ഇതിന്റെ ഞാൻ എ എന്നാണ് ഈ മൊത്തം ലെങ്തിന് എടുത്തത്. അത് a/2. അതിന്റെ പകുതി മതി ഇവിടെ എടുക്കാൻ, അതായത് 5 സെന്റിമീറ്റർ ആണ് ഇത് വരിക. അങ്ങനെയാണെങ്കിൽ ഈ റൈറ്റ് ആംഗിൾഡ് ട്രയാങ്കിളിന്റെ അല്ലെങ്കിൽ മട്ട ത്രികോണത്തിന്റെ ഒരു ലംബമാണ് ഈ സൈഡ് വരിക. അത് കണ്ടുപിടിക്കാൻ നമുക്ക് അറിയാം. എന്ത് ചെയ്താൽ മതി? ഇതിന് ഞാൻ എൽ എന്ന് കൊടുത്തു, ഇതിന് ഇ എന്നും കൊടുത്തു. അങ്ങനെയാണെങ്കിൽ L² = E² - a/2 ഹോൾ സ്ക്വയർ ആണ് അല്ലെ. ഇത് a/2. ഇത് മൊത്തം ലെങ്ത് a എന്നാണ് നമ്മൾ എടുത്തത്, അതുകൊണ്ടാണ് ഇത് a/2 ആയത്. ഓക്കെ, അങ്ങനെ L² = E² - a/2 ഹോൾ സ്ക്വയർ എന്ന് കിട്ടി. അതായത് L² = E എത്രയാണ്? 13 സെന്റിമീറ്റർ ആണെന്ന് തന്നിട്ടുണ്ട്. അത് 13² ആണ്. a/2 5 ആണെന്ന് കിട്ടി, 5² ആണെന്നും പറഞ്ഞു. അപ്പൊ 13² - 5² 169 - 25 that is equal to 144 എന്ന് കിട്ടി. ഓക്കെ അല്ലേ? ദെൻ L² ആണ് നമുക്ക് 144 കിട്ടിയത്. ദെൻ L = 12 സെന്റിമീറ്റർ. അപ്പോൾ മനസ്സിലായിട്ടുണ്ടാവുമെന്ന് ഞാൻ വിചാരിക്കുന്നു. ഓക്കെ, അപ്പോൾ ചെരിവുയരം കണ്ടെത്താൻ നമ്മൾ പഠിച്ചു. നെക്സ്റ്റ് നമുക്ക് പാർശ്വതല പരപ്പളവ്, ലാറ്ററൽ സർഫസ് ഏരിയ എന്നുള്ള കൺസെപ്റ്റ് ആണ് ഇനി പറയാൻ പോകുന്നത്. വാട്ട് ഈസ് ലാറ്ററൽ സർഫസ് ഏരിയ? ഒരു പിരമിഡിന്റെ ഇത് ഷേപ്പ് നമ്മൾ പറഞ്ഞു. എന്താണ് ലാറ്ററൽ സർഫസ് ഏരിയ? അല്ലെങ്കിൽ മലയാളത്തിൽ അതിനെ പാർശ്വതല പരപ്പളവ് എന്നാണ് പറയുന്നത്. ഓക്കെ, പാർശ്വതല പരപ്പളവ്. ഫോർ ലാറ്ററൽ സർഫസ് ഏരിയ. ഓക്കെ, എങ്ങനെയാണ് ലാറ്ററൽ സർഫസ് ഏരിയ കണ്ടെത്തുന്നത്? ഓക്കെ, മനസ്സിലായി. ഓക്കെ, ലാറ്ററൽ സർഫസ് ഏരിയ എന്ന് പറഞ്ഞതിന്റെ കൺസെപ്റ്റ് എന്താണെന്ന് നിങ്ങൾക്ക് പറയാൻ പറ്റുമോ? ലാറ്ററൽ എന്ന് പറഞ്ഞാൽ ഈ സൈഡിലുള്ള, ഓക്കെ, അതായത് ഒരു സ്തൂപികയുടെ ഈ സൈഡിലുള്ള, അഭിച്ചറൂടെ ഞാൻ ഇങ്ങോട്ട് കൊണ്ടുവരാം. ലാറ്ററൽ സർഫസ് ഏരിയ എന്നുള്ള കൺസെപ്റ്റ് എന്താണെന്ന് വെച്ചാൽ, ഈ ലാറ്ററൽ ഏരിയ, അതായത് ഈ സൈഡ് ഏരിയന്റെ മാത്രം സർഫസ് ഏരിയ ആണ്. അതായത് ഈ സ്തൂപികയുടെ 4 ട്രയാങ്കിൾസിന്റെയും, ഓക്കെ, ഈ സൈഡ് മൊത്തം ഉള്ള ഏരിയ ആണ് ലാറ്ററൽ സർഫസ് ഏരിയ എന്നുള്ള കൺസെപ്റ്റിനോട് ഉദ്ദേശിക്കുന്നത്. അതായത് ഇവിടെ എത്ര ട്രയാങ്കിൾസ് ഉണ്ട്? ഈ 4 ട്രയാങ്കിൾസിന്റെയും ഏരിയന്റെ സമ്മിനെയാണ് നമ്മൾ എന്തെന്ന് പറയുന്നത്? ലാറ്ററൽ സർഫസ് ഏരിയ എന്ന് പറയുന്നത്. ഓക്കെ അല്ലേ? അതായത് ഈ താഴ്ഭാഗമില്ല, ഈ സമചതുര സ്തൂപികയുടെ താഴ്ഭാഗമില്ല. പകരം ഈ 4 സൈഡിന്റെയും എന്താണ്? സൈഡുകളുടെ സർഫസ് ഏരിയകളുടെ സമ്മം. ഓക്കെ, അതായത് ഈ 4 ട്രയാങ്കിൾസിന്റെയും സമ്മായിരിക്കും അത് വരിക. അപ്പൊ ഈ 4 ട്രയാങ്കിൾസിന്റെയും സമ്മം എങ്ങനെയാണ് നമ്മൾ കണ്ടുപിടിക്കുക? ആദ്യം ഒരു ട്രയാങ്കിളിന്റെ ഏരിയ എങ്ങനെ കണ്ടുപിടിക്കാന്ന് പറയാം. ഓക്കെ, ഒരു ട്രയാങ്കിളിന്റെ ഏരിയ എങ്ങനെ നമ്മൾ സാധാരണ എങ്ങനെ കണ്ടുപിടിക്കൽ? ഹാഫ് BH അല്ലേ? അവിടെ നമ്മൾ നേരത്തെ പറഞ്ഞു, ബേസ് ഏരിയനെ നമ്മൾ എ എന്നുള്ള ലെറ്റർ കൊണ്ടാണ് സിമ്പിൾ കൊണ്ടാണ് നമ്മൾ നോട്ടേറ്റ് ചെയ്യുന്നത്. അതേപോലെ ഈ മുകളിൽ നിന്ന് ഈ താഴേക്ക് ഈ മിഡ് പോയിന്റിലേക്കുള്ള ഈ ഉയരത്തിന് നമ്മൾ എന്താണ്? എൽ എന്നുള്ള ലെറ്റർ, അതായത് ചെരിവുയരം കൊണ്ടാണ് നമ്മൾ നോട്ടേറ്റ് ചെയ്തത് അല്ലെ. ഇത് എ, ഇത് എൽ. ഓക്കെ, അപ്പോ എങ്ങനെയാണ് ഈ ഒരു ട്രയാങ്കിളിന്റെ ഏരിയ എന്താണ് വരിക? ½ ×
ഹാഫ് ഇൻറ്റു എന്താ വരിക, ഈ സൈഡ് എ ഇൻറ്റു ദാറ്റ് ചരിവ് ഉയരം അല്ലെ, എല്ലാണ് എന്ത് ഒരു ഒരു ട്രയാങ്കിളിന്റെ ഏരിയ വരിക. അങ്ങനത്തെ എത്ര ട്രയാങ്കിൾസ് ഉണ്ട്? 4 ട്രയാങ്കിൾസ് ഉണ്ട് അല്ലേ. അപ്പൊ ഞാൻ ഇതിനെ ഒരു 4 കൊണ്ട് മൾട്ടിപ്ലൈ ആണ്. അതായത് ഈ 2ഉം ഈ 4ഉം കട്ട് ചെയ്ത് പോയി. ദെൻ 2 ഇൻറ്റു എ എൽ, 2AL എന്നുള്ളതാണ് എന്ത് ലാറ്ററൽ സർഫസ് ഏരിയന്റെ ഇക്വേഷൻ. ഓക്കെ, അതായത് ഒരു പാദവക്കിന്റെയും ചരിവ് ഉയരത്തിന്റെയും ഗുണനഫലത്തിന്റെ 1/2 ആണോ വരിക? ഈ 2ഉം ഈ 4ഉം ക്യാൻസൽ ചെയ്ത് പോയില്ലേ, 4നും 2നും ക്യാൻസൽ ചെയ്ത് പോകുമ്പോൾ ഇവിടെ 2 മുകളിൽ 2 വരും. ഓക്കെ, എക്സൽ അതാണ് ഉദ്ദേശിച്ചതെന്ന് ഞാൻ വിചാരിക്കുന്നു. അപ്പോൾ എ എന്ന് പറഞ്ഞത് നമ്മൾ പറഞ്ഞു പാദവക്കാണ്, എൽ എന്ന് പറയുന്നത് ചെരിവുയരാണ്. അപ്പോൾ ഈ ചെരിവുയരത്തിന്റെയും പാദവക്കിന്റെയും ഉയരങ്ങളുടെ ഗുണനഫലത്തിന്റെ ഇരട്ടിയാണ് ആര്? ലാറ്ററൽ സർഫസ് ഏരിയ എന്ന് പറയുന്നത്. ഓക്കെ അല്ലേ? ഇനി നെക്സ്റ്റ് ഇതിന്റെ ടോട്ടൽ സർഫസ് ഏരിയ ആണ് പറയാനുള്ളത്, TS. എന്താണ് ടോട്ടൽ സർഫസ് ഏരിയ വരിക? ഇപ്പൊ നമ്മൾ പറഞ്ഞത് അതിന്റെ കൂടെ ആരും കൂടെ കൂടണം, ഈ ഇതിലുള്ള സ്ക്വയറും കൂടെ കൂടണം അല്ലേ. അപ്പൊ ഒരു സ്ക്വയറിന്റെ സൈഡ് എ ആണ്, നമ്മൾ ഒരു സൈഡ് എ ആണെന്ന് പറഞ്ഞു. അങ്ങനെയാണെങ്കിൽ മറ്റേ സൈഡൊക്കെ എത്രയായിരിക്കും വരിക? സ്ക്വയർ ആയതുകൊണ്ട് ഒരു സൈഡ് എ ആണെങ്കിൽ ബാക്കി എല്ലാ സൈഡ്സും എ തന്നെ ആയിരിക്കും അല്ലേ, സ്ക്വയർ അല്ലേ, സമചതുരം അല്ലേ. അപ്പൊ എല്ലാ സൈഡും എ ആയിരിക്കും. അപ്പോൾ അങ്ങനെയാണെങ്കിൽ ഈ സമചതുരത്തിന്റെ പരപ്പളവ് എന്താ വരിക? അതായത് നമ്മൾ ഇനി പറയാൻ പോകുന്നത് ഉപരിതല പരപ്പളവ് അല്ലെങ്കിൽ ടോട്ടൽ സർഫസ് ഏരിയ. ഓക്കെ, ടോട്ടൽ സർഫസ് ഏരിയ ഞാൻ TSA എന്നുള്ളത് കൊണ്ടാണ് നോട്ടേറ്റ് ചെയ്യുന്നത്, TSA. അപ്പോൾ TSA കണ്ടുപിടിക്കുക എങ്ങനെയാണ്? നമ്മൾ പറഞ്ഞു, നേരത്തെ പറഞ്ഞ ലാറ്ററൽ സർഫസ് ഏരിയ പ്ലസ് എന്തും കൂടെ ആഡ് ചെയ്യണം, ഈ സ്ക്വയറിന്റെ ഏരിയ കൂടെ ആഡ് ചെയ്യണം. സ്ക്വയറിന്റെ ഏരിയ എന്താണ്? A സ്ക്വയർ ആണ് അല്ലേ. A സ്ക്വയർ പ്ലസ് എന്ത് വരണം? ദിസ് 2AL. ഓക്കെ, അതായത് നമ്മളിപ്പോ എന്താ പറഞ്ഞത്, നമ്മൾ ആദ്യം ലാറ്ററൽ സർഫസ് ഏരിയ എന്താന്ന് പറഞ്ഞു. ലാറ്ററൽ സർഫസ് ഏരിയ കാണാൻ 2 ഇൻറ്റു AL കണ്ടാൽ മതി. ഉപരിതല പരപ്പളവ് കാണാൻ ഈ സ്ക്വയറിന്റെ സമ്മ്, ഈ സ്ക്വയർ പിരമിഡിന്റെ ഏരിയ, സ്ക്വയറിന്റെ ഏരിയ A സ്ക്വയർ പ്ലസ് ഈ ലാറ്ററൽ സർഫസ് ഏരിയ ആയ 2AL കൂടെ ആഡ് ചെയ്യാം. ഓക്കെ അല്ലേ? നെക്സ്റ്റ് ഇതിൽ പറയാനുള്ളത്, ഓക്കെ, ഇതുമായിട്ട് ബന്ധപ്പെട്ടൊരു ക്വസ്റ്റ്യൻ നമുക്ക് ചെയ്ത് നോക്കാം. വിചാരിക്കുന്നു. The square pyramid is made using a cardboard piece in the shape as shown in the figure. The side of the square is 10 centimeter. സ്ക്വയറിന്റെ ഈ ചെറിയ സ്ക്വയറിന്റെ, ഓക്കെ, ഇതിന്റെ പിക്ചർ ഞാൻ കംപ്ലീറ്റ് ആക്കിയിട്ടില്ല, സോറി. സ്ക്വയർ പിരമിഡിന്റെ മൊത്തം പിക്ചറിന്റെ സ്ക്വയർ പിരമിഡ് ആണെന്ന് വിചാരിക്കട്ടോ. അപ്പൊ എന്താ തന്നിട്ടുള്ളത്? ഒരു സ്ക്വയർ പിരമിഡ് യൂസിങ് കാർഡ്ബോർഡ് പീസ് തന്നിട്ടുണ്ട്. സൈഡ് ഓഫ് ദി സ്ക്വയർ ഇസ് 10 സെന്റിമീറ്റർ എന്ന് പറഞ്ഞിട്ടുണ്ട്. ഓക്കെ, സൈഡ് 10 സെന്റിമീറ്റർ ആണ്. അതായത് ഈ സ്ക്വയറിന്റെ സൈഡാണ് 10 സെന്റിമീറ്റർ എന്ന് തന്നിട്ടുള്ളത്. പിന്നെ എന്താ പറഞ്ഞിട്ടുള്ള ക്വസ്റ്റ്യനില്? ഈക്വൽ സൈഡ്സ് ഓഫ് ദ ട്രയാങ്കിൾസ് ആർ 13 സെന്റിമീറ്റർ. ഓക്കെ, ഈക്വൽ സൈഡ്സ് എത്രയാണ്? 13 സെന്റിമീറ്റർ ആണ്.
ഇവിടെയും 30 സെന്റിമീറ്റർ ആണ്, ഇവിടെയും 30 സെന്റിമീറ്റർ ആണ്. ഓക്കെ, ഫൈൻഡ് ദ സ്ലാൻ ഹൈറ്റ് ഓഫ് ദി സ്ക്വയർ പിരമിഡ്. മാത്രമേ തന്നിട്ടുള്ളൂ. ഓക്കെ, അങ്ങനെയാണെങ്കിൽ സ്ലാൻ ഹൈറ്റ് കണ്ടെത്താനാണ് ആദ്യം പറഞ്ഞിട്ടുള്ളത്. സ്ലാൻഡ് ഹൈറ്റ്. ഓക്കെ, നമ്മൾ എന്ത് ചെയ്യാം, ഈസി ആയിട്ട് കണ്ടെത്താം അല്ലേ? നേരത്തെ ചെയ്തതുപോലെ തന്നെ ചെയ്താൽ മതി. ഈ സ്ലാൻ ഹൈറ്റ് എല്ല് കാണാൻ എന്ത് ചെയ്താൽ മതി? എൽ സ്ക്വയർ ഈക്വൽ ടു നമ്മൾ പറഞ്ഞു, നേരത്തെ പറഞ്ഞു, ഇ സ്ക്വയർ മൈനസ് എ ബൈ 2 ഹോൾ സ്ക്വയർ ആണല്ലോ. അപ്പോ ഇ സ്ക്വയർ എത്രയാ? ഇ എന്ന് പറയുന്നത് ഈ സൈഡാണ്, എ ബൈ 2 എന്ന് പറയുന്നത് ഇതാണ്. നേരത്തെ കണ്ട അതേ വാല്യൂ തന്നെയാണ് ഇവിടെ യൂസ് ചെയ്തിട്ടുള്ളത്. അതുകൊണ്ട് ഇത് 13 സ്ക്വയർ ആണ്. മൈനസ് എ ബൈ 2 5 ആണ് അല്ലേ? 5 സ്ക്വയർ. 13 സ്ക്വയർ മൈനസ് 5 സ്ക്വയർ. നേരത്തെ പറഞ്ഞ പോലെ 169 മൈനസ് 25 എന്ന് വരും. ദാറ്റ്സ് ഈക്വൽ ടു 144. നമുക്ക് കിട്ടും. യെസ്, വെരി ഗുഡ്. എൽ ഈക്വൽ ടു 12 എന്ന് കിട്ടും. ഓക്കെ, 12 സെന്റിമീറ്റർ ഇസ് ദി സ്ലാൻ ഹൈറ്റ്. അപ്പോൾ ഫസ്റ്റ് ക്വസ്റ്റ്യൻ ആയി. സമചതുര സ്തൂപികയുടെ ചെരിവ് ഉയരം നമുക്ക് കിട്ടി. നെക്സ്റ്റ് എന്താ ഇതിൽ ചോദിച്ചിട്ടുള്ളത്? കാൽക്കുലേറ്റ് ദ സർഫസ് ഏരിയ ഓഫ് ദി സ്ക്വയർ പിരമിഡ്. സ്ക്വയർ പിരമിഡിന്റെ സർഫസ് ഏരിയ. സർഫസ് ഏരിയ എന്ന് പറഞ്ഞാൽ ഇവിടെ പറഞ്ഞ ഉപരിതല പരപ്പളവാണ്. ഉപരിതല പരപ്പളവ് എന്ന് പറയുമ്പോൾ ടോട്ടൽ സർഫസ് ഏരിയ ആണ് നമ്മളോട് ക്വസ്റ്റ്യൻ ചോദിച്ചിട്ടുള്ളത്. ഓക്കെ, എങ്ങനെ കണ്ടെത്തും ടോട്ടൽ സർഫസ് ഏരിയ? നമ്മൾ നേരത്തെ പറഞ്ഞു, ഇക്വേഷൻ പറഞ്ഞു അല്ലേ? ടി എസ് എ. അതെ, ടി എസ് എ എത്രയാ? ഇക്വേഷൻ നമ്മൾ പറഞ്ഞല്ലോ നേരത്തെ. ടോട്ടൽ സർഫസ് ഏരിയന്റെ ഇക്വേഷൻ എന്തായിരുന്നു? ടോട്ടൽ സർഫസ് ഏരിയ ഇസ് ഈക്വൽ ടു, എങ്ങനെ കണ്ടെത്താം? ടോട്ടൽ സർഫസ് ഏരിയ എന്ന് പറയുന്നത് ഈ സമചതുരത്തിന്റെ എ സ്ക്വയറും പ്ലസ് 2AL അല്ലേ? അപ്പൊ ഇവിടെ എ എത്രയാ? എന്താണ് എക്സൽ എന്തോ പറഞ്ഞോ? എ ഈക്വൽ ടു 10 സെന്റിമീറ്റർ ആണ് അല്ലേ? അപ്പോൾ എ സ്ക്വയർ എന്ന് പറയുമ്പോൾ 10 സ്ക്വയർ ആയിരിക്കും, പ്ലസ് 2AL. 2 ഇൻറ്റു എ വീണ്ടും 10 സെന്റിമീറ്റർ ആണ്, ഇൻറ്റു എൽ എത്രയാ? എല് നമ്മളിപ്പോൾ കണ്ടുപിടിച്ചു, 12 ആണെന്ന് കണ്ടുപിടിച്ചു. ഓക്കെ, 10 സ്ക്വയർ എത്രയാ വരിക? 10 സ്ക്വയർ എത്രയാ? 100 അല്ലേ? 100 പ്ലസ് 2 ഇൻറ്റു 10 ഇൻറ്റു 12, അതായത് 2 ഇൻറ്റു 20 ഇൻറ്റു 12, അല്ലെങ്കിൽ 2 ഇൻറ്റു 120, ദാറ്റ് ഈസ് 100 പ്ലസ് 2 ഇൻറ്റു 20, 240 അല്ലേ? 2 ഇൻറ്റു 12 24 ആണ്. അപ്പോൾ 2 ഇൻറ്റു 120 240 ആണ് വരിക. 100 പ്ലസ് 240 എത്ര ആൻസർ വരിക? 340 ഈസ് ദി ആൻസർ. 340. എന്തായിരിക്കും ഇതിന്റെ യൂണിറ്റ് വരിക? നമ്മളെ ഏരിയന്റെ യൂണിറ്റ് നമ്മൾ എപ്പോഴും എങ്ങനെയാണ് പറയാറുള്ളത്? സെന്റിമീറ്റർ എന്നാണോ? സെന്റിമീറ്റർ എന്നാണോ വരിക? ഏരിയന്റെ യൂണിറ്റ് എപ്പോഴും സെന്റിമീറ്റർ സ്ക്വയർ. ഓക്കെ, ക്വസ്റ്റ്യനിൽ സെന്റിമീറ്റർ ആണ് തന്നിട്ടുള്ളത്, സെന്റിമീറ്റർ സ്ക്വയർ. മീറ്റർ ആണ് തന്നിട്ടുള്ളത്, യെസ്, മീറ്റർ ആണ് തന്നിട്ടുള്ളത് എന്നുണ്ടെങ്കിൽ മീറ്റർ സ്ക്വയർ. ഓക്കെ ആണല്ലോ? അപ്പൊ നമ്മൾ എന്താ ചെയ്തത് ഈ ക്വസ്റ്റ്യനിൽ ഒന്നുകൂടെ പറയാം. അതായത് ക്വസ്റ്റ്യനിൽ നമ്മളോട് ചോദിച്ചിട്ടുള്ള നമുക്കൊരു പിക്ചർ തന്നിട്ടുണ്ടായിരുന്നു. അതിൽ സൈഡ് ഓഫ് ദ സ്ക്വയർ ഇസ് 10 സെന്റിമീറ്റർ. നമ്മൾ എടുത്തിട്ടുള്ള ചെറിയ നമ്മുടെ സ്ക്വയർ പിരമിഡിന്റെ സൈഡ് 10 സെന്റിമീറ്റർ ആണെന്ന് തന്നിട്ടുണ്ട്. ഈക്വൽ സൈഡ്സ് 13 സെന്റിമീറ്റർ ആണെന്ന് തന്നിട്ടുണ്ട് അല്ലേ? അതിൽ നിന്ന് നമ്മൾ എന്ത് ചെയ്തു? സ്ലാൻഡ് ഹൈറ്റ് കണ്ടുപിടിച്ചു. നെക്സ്റ്റ് കാൽക്കുലേറ്റ് ദ സർഫസ് ഏരിയ എന്ന് പറഞ്ഞു. അപ്പോൾ നമ്മൾ എന്ത് ചെയ്തു? നമ്മൾ ഈ ഇക്വേഷൻ യൂസ് ചെയ്തു അല്ലേ? അതായത് സമചതുരത്തിന്റെ പരപ്പളവായ എ സ്ക്വയറും പ്ലസ് 2 ഇൻറ്റു AL അല്ലേ? ഓരോ ട്രയാങ്കിൾസിന്റെയും ഏരിയ ആയ 2AL. ഓക്കെ, അതോടെ ആഡ് ചെയ്ത് നമുക്ക് കിട്ടി. അപ്പോൾ ടോട്ടൽ സർഫസ് ഏരിയ നമ്മൾ കണ്ടെത്തി. ഓക്കെ, ഓക്കെ. നെക്സ്റ്റ് ഇനി പറയാനുള്ളത്
ഒരു ക്വസ്റ്റ്യൻ കൂടെ ചെയ്യാം നമുക്ക്. ഇപ്പൊ കഴിയും, 8 മണിക്ക് കഴിയും. ഓക്കെ. അപ്പോൾ നെക്സ്റ്റ് ഒരു ക്വസ്റ്റ്യൻ കൂടെ നമുക്ക് ചെയ്യാം. അതായത് ഇതില് ഇതിന്റെ ഫിഗർ സെയിം ഫിഗർ തന്നെയാണ് വരുന്നത്. ഓക്കെ. ഒന്ന് വായിച്ചു നോക്കിയേ എല്ലാവരും ക്വസ്റ്റ്യൻ. മലയാളം വേണം, മലയാളം വേണം അല്ലേ? മലയാളം സത്യം പറഞ്ഞാല് ഗൂഗിളിൽ എനിക്ക് സപ്പോർട്ട് ആവുന്നില്ല. ഞാൻ സ്ക്രീൻഷോട്ട് പറഞ്ഞോളൂ, എന്താണ് മിസ് വിളിക്കുന്നത്? മലയാളം സമചതുരാകൃതിയുള്ള ഒരു കടലാസിന്റെ ചിത്രം താഴെ കാണിച്ചിട്ടുള്ളത്. അതിന്റെ ഒരു വശത്തിന്റെ നീളം 36 സെന്റിമീറ്റർ ആണ്. ഓക്കെ. അപ്പൊ എന്താണ്, ഇതൊരു കടലാസാണ് മൊത്തം ഈ ചതുരം. ഓക്കെ. ചതുരം മൊത്തം കടലാസാണ്, ഒരു കടലാസാണ്. അതിന്റെ ഈ കടലാസിന്റെ ഒരു വശം 36 സെന്റിമീറ്റർ ആണ് തന്നിട്ടുണ്ട്. ഓക്കെ. 36 സെന്റിമീറ്റർ. എന്താണ് ഇങ്ങനെ കളിക്കുന്നത്? 36 സെന്റിമീറ്റർ ആണ്. അതേപോലെ എ ബി സിക്കൽ ടു 10 സെന്റിമീറ്റർ ആണ്. ഓക്കെ. എ ബി ഞാൻ മാർക്ക് ചെയ്യാം. എ ബി സി ഡി. ഓക്കെ. എ ബി 10 സെന്റിമീറ്റർ ആണെന്ന് തന്നിട്ടുണ്ട്. ഷെയ്ഡുള്ള ഭാഗം വെട്ടിയെടുത്ത് ഒരു സമചതുര സ്തൂപിക ഉണ്ടാക്കുന്നു. അതായത് നമ്മൾ ഷെയ്ഡുള്ള ഭാഗം എന്നുള്ളത് കൊണ്ട് ഉദ്ദേശിച്ചത് നമ്മുടെ ഈ സമചതുര സ്തൂപികന്റെ ഭാഗമാണ്. ഇത്രയും ഭാഗം വെട്ടിയെടുത്താണ്ട് എന്ത് ചെയ്യുന്നു, നമ്മളൊരു സമചതുര സ്തൂപിക ഉണ്ടാക്കുന്നു. അങ്ങനെയാണെങ്കിൽ സ്തൂപികയുടെ പാദവക്കിന്റെ നീളം എന്താണ്? പാദവക്കിന്റെ നീളം എത്രയാ? സിമ്പിൾ ആയിട്ട് പറയാം. അതായത് എ ഈക്വൽ ടു എത്രയാണ്? എ ക്വസ്റ്റ്യനിലെ പാദവക്കാണ് ചോദിച്ചിട്ടുള്ളത്. പാദവക്ക് അല്ലെങ്കിൽ ബേസ് എഡ്ജ് എത്രയാ? സിമ്പിൾ ആയിട്ട് കാണാം അല്ലെ? എ ബിന്റെ അതേ നീളാണ്, അത് 10 സെന്റിമീറ്റർ ആയിരിക്കും. നെക്സ്റ്റ് ബി ക്വസ്റ്റ്യൻ ആണ്. എന്താണ്? വാട്ട് ഈസ് ദ സ്ലാൻ ഹൈറ്റ് ഓഫ് ദി പിരമിഡ്? സ്ലാൻ ഹൈറ്റ് എങ്ങനെയാ? സ്ലാൻ ഹൈറ്റ് കാണാം. നമുക്ക് ആകെ നമ്മുടെ പിക്ചറിൽ ആകെ ഒരു സൈഡ് മാത്രമേ ഉള്ളൂ അല്ലേ? എങ്ങനെ കാണാം സ്ലാൻ ഹൈറ്റ്? അപ്പൊ ഞാൻ ഈ ഷെയ്ഡൊക്കെ ഒന്ന് മായ്ക്കുന്നുണ്ട്. ഓക്കെ. ഇത് 10 സെന്റിമീറ്റർ ആണ്. അങ്ങനെയാണെങ്കിൽ എല്ലാ സൈഡും 10 സെന്റിമീറ്റർ ആയിരിക്കും അല്ലേ? ഞാൻ വരച്ചത് നോക്കണ്ട, എല്ലാ സൈഡും 10 സെന്റിമീറ്റർ ആയിരിക്കും. ഓക്കെ. പിന്നെ എന്താ തന്നിട്ടുള്ളത്? ടോട്ടൽ 36 സെന്റിമീറ്റർ ആണ് തന്നിട്ടുണ്ട്. ഓക്കെ. അപ്പോൾ ചെരുവുയരം നമുക്ക് ഇവിടെയും പറയാം അല്ലെ? ഈ ട്രയാങ്കിളിലും പറയാം. ഇത് 36 ആണെങ്കിൽ ഇത്രയും ദൂരം 10 സെന്റിമീറ്റർ ആണ്. അപ്പോൾ ബാക്കിയുള്ള ഈ ഡിസ്റ്റൻസും എത്രയായിരിക്കും വരിക? എത്ര വരാ? ഈ 36 മൈനസ് 36 എന്ത് ചെയ്താൽ മതി? 10 സെന്റിമീറ്റർ ഒഴിവാക്കിയ പോരെ? 10 സെന്റിമീറ്റർ ഒഴിവാക്കിയാൽ, അതായത് 36 മൈനസ് 10 ദാറ്റ് ഈസ് ഇക്വൽ ടു 26 സെന്റിമീറ്റർ ആണ് അല്ലേ? ഈ രണ്ട് ലെങ്ത്തും കൂടെ ഉള്ള സമ്മ് 26 ആയിരിക്കും വരിക. അപ്പോൾ അങ്ങനെയാണെങ്കിൽ എന്ത് ചെയ്താൽ മതി?
നമുക്ക് ഒരു ചെരിവുയരം മതി. ഒരു ചെരിവുയരം അപ്പൊ എത്രയാ? എച്ച് ഇക്വൽ ടു ചെരിവുയരം സ്ലാൻ ഹൈറ്റ് ഈസ് ഇക്വൽ ടു 26 എന്ത് മൈനസ് ചെയ്താൽ മതി? 26 ഡിവൈഡ് ചെയ്താൽ മതി 2 ആയിട്ട് അല്ലേ? 26 ഈക്വൽ ആയിട്ട് ഡിവൈഡ് ചെയ്യാം. അപ്പോൾ 26/2 ദാറ്റ്സ് ഈക്വൽ ടു 13 സെന്റിമീറ്റർ അല്ലേ? അപ്പൊ സ്ലാൻ ഹൈറ്റ് 13 സെന്റിമീറ്റർ കിട്ടി. നെക്സ്റ്റ് സ്തൂപികയുടെ പാർശ്വമുഖ പരപ്പളവ് കണ്ടെത്തും. എന്താ പാർശ്വമുഖ പരപ്പളവ് എന്ന് പറഞ്ഞാൽ ലാറ്ററൽ സർഫസ് ഏരിയ അല്ലെ? LSI. LSI കാണാനുള്ള ഇക്വേഷൻ നമ്മൾ നേരത്തെ പറഞ്ഞിരുന്നത് ചെയ്താൽ മതി. 2 × 2AL ആണ് നമ്മുടെ ഇക്വേഷൻ. അപ്പം A എത്രയാണ്? A എന്ന് പറയുന്നത് 10 സെന്റിമീറ്റർ ആണ്. L നമ്മളിപ്പോ കണ്ടുപിടിച്ചു. സ്ലാൻ ഹൈറ്റിനെയാണ് നമ്മൾ L എന്നുള്ളത് കൊണ്ട് നോട്ടേറ്റ് ചെയ്യാറുള്ളത്. അപ്പൊ സ്ലാൻ ഹൈറ്റ് 13 സെന്റിമീറ്റർ ആണ് അല്ലേ? അപ്പൊ 2 × 10 × 30 ഓക്കെ ആണോ? ദാറ്റ്സ് ഈക്വൽ ടു പറ എത്രയാ? 2 × 10 × 30 എത്ര ആൻസർ വരിക? എത്രയാണ് ആൻസർ? 2 × 10 × 13 മൾട്ടിപ്ലൈ ചെയ്തോ? യെസ്, വെരി ഗുഡ്. 260 അല്ലേ? 260 എന്താ വരിക? 260 സെന്റിമീറ്റർ സ്ക്വയർ. ഓക്കെ അല്ലേ? അപ്പൊ നമ്മൾ എന്താ ചെയ്തത് ഈ ക്വസ്റ്റ്യനില് എന്നൂടെ പറയാം. അതായത് ഓക്കെ അതായത് നമ്മൾ എന്താ ചെയ്തത്? ക്വസ്റ്റ്യനിൽ തന്നിട്ടുണ്ടായിരുന്നത് ഒരു ഷീറ്റ് ഓഫ് പേപ്പർ തന്നിട്ടുണ്ട്. അതിന്റെ ലെങ്ത് 36 സെന്റിമീറ്റർ ആണ് തന്നിട്ടുണ്ടായിരുന്നു. അതേപോലെ AB എന്നുള്ള ഈ സ്ക്വയറിലെ ഒരു സൈഡ് ആയ AB നീളം 10 സെന്റിമീറ്റർ ആണെന്നും തന്നിട്ടുണ്ടായിരുന്നു. ഓക്കെ, നെക്സ്റ്റ് എന്ത് ചെയ്തു? നമ്മൾ ഈ സ്തൂപിക ഈ പിക്ചർ എന്ത് ചെയ്യാണ്? ഇതിൽ നിന്ന് കട്ട് ഔട്ട് ചെയ്യാണെന്നാണ് പറഞ്ഞത്. അങ്ങനെയാണെങ്കിൽ അങ്ങനെ ഉണ്ടാക്കുന്ന ഈ പിരമിഡിന്റെ ബേസ് എഡ്ജ് എത്രയാണെന്നാണ് ഫസ്റ്റ് ചോദിച്ചത്. ബേസ് എഡ്ജ് എത്രയാണ്? നമ്മൾ സിമ്പിൾ ആയിട്ട് പറഞ്ഞു അല്ലേ? AB എന്നുള്ള സൈഡിന്റെ അതേ നീളമായിരിക്കും വരിക. ദാറ്റ് ഈസ് 10 സെന്റിമീറ്റർ. നെക്സ്റ്റ്, വാട്ട് ഈസ് ദ സ്ലാൻ ഹൈറ്റ് ഓഫ് ദി പിരമിഡ് എന്നാണ് ചോദിച്ചത്. സ്ലാൻ ഹൈറ്റ് എത്രയാ? എങ്ങനെ കണ്ടുപിടിച്ചത് നമ്മള്? നമുക്കറിയാം ഈ ട്രയാങ്കിളിന്റെ ഈ ഉയരത്തിനാണ് നമ്മൾ എന്താ സ്ലാൻ ഹൈറ്റ് എന്ന് പറയുന്നത്. അപ്പോ ഇത് ടോട്ടൽ ഡിസ്റ്റൻസ് 36 ആയതുകൊണ്ട് 36 നമ്മൾ എന്ത് ചെയ്തു? ഈ 10 സെന്റിമീറ്റർ മൈനസ് ചെയ്തു. അപ്പൊ നമുക്ക് ഈ ഡിസ്റ്റൻസിന്റെയും സമ്മ് കിട്ടി. പക്ഷെ നമുക്ക് എന്ത് ചെയ്താൽ മതി? ഒരു ചെരിവുയരം കിട്ടിയാൽ മതി അല്ലേ? അപ്പൊ ആ സ്ലാൻ ഹൈറ്റ് കിട്ടാൻ വേണ്ടി നമ്മൾ എന്ത് ചെയ്തു? ആ 26 2 ആയിട്ട് 2 വെച്ച് ഡിവൈഡ് ചെയ്തു. അതായത് 26/2 നമുക്ക് 13 സെന്റിമീറ്റർ എന്ന് കിട്ടി. ഓക്കെ അല്ലേ? അങ്ങനെ സ്തൂപികയുടെ ചെരിവുയരം നമ്മൾ കണ്ടെത്തി. ഇനി പിന്നെ പറയാനുണ്ടായിരുന്നത് സ്തൂപികയുടെ പിന്നത്തെ ക്വസ്റ്റ്യൻ എന്തായിരുന്നു? സ്തൂപികയുടെ പാർശ്വമുഖ പരപ്പളവ് കണ്ടെത്തുക. ഓക്കെ, പാർശ്വമുഖ പരപ്പളവ് എങ്ങനെയാണ് കണ്ടെത്താം? 2 × A × L. ഓക്കെ, നമ്മൾ ഇങ്ങനെ ഇക്വേഷൻ ആക്കി പഠിച്ചിട്ടുണ്ടോ സ്കൂളില്? അതോ ഇതിന്റെ സ്റ്റേറ്റ്മെന്റ് ആണോ പഠിച്ചിട്ടുള്ളത്? ആരെങ്കിലും ഒന്ന് പറയണേ. അതായത് പാദവക്കിന്റെയും ചെരിവുയരത്തിന്റെയും ഗുണനത്തിന്റെ ഇരട്ടിയാണ്, അങ്ങനെ കാണാൻ പഠിച്ചിട്ടുള്ളത്? അതോ ഇങ്ങനെ ഒരു ഇക്വേഷൻ ആക്കി പഠിച്ചിട്ടുണ്ടോ? ആരെങ്കിലും ഒന്ന് പറയണേ. ഓക്കെ, അപ്പൊ നമുക്കറിയാം 2AL ആണ് നമ്മൾ നേരത്തെ കണ്ടുപിടിച്ചു അല്ലേ? ഓ, ഇക്വേഷൻ പഠിച്ചിട്ടുണ്ട്. ഓക്കെ, അപ്പൊ പ്രശ്നമില്ല. ഓക്കെ, അപ്പൊ LSI = 2AL ആണ്. അതായത് പാദവക്ക് ഇൻറ്റു ഓക്കെ സ്ലാൻ ഹൈറ്റ്. ഇപ്പൊ കണ്ടെത്തിയ സ്ലാൻ ഹൈറ്റ് L. ഓക്കെ, അതായത് 2 × 10 × 13 വന്നു. ദാറ്റ് ഈസ് ഇക്വൽ ടു 260 സെന്റിമീറ്റർ സ്ക്വയർ. ഓക്കെ ആണല്ലോ? അപ്പോൾ സ്തൂപികയുടെ പാർശ്വമുഖ പരപ്പളവ് നമ്മൾ കണ്ടെത്തി. അപ്പൊ അത്രയാണ് നമ്മൾ എടുക്കാൻ ഉദ്ദേശിച്ചിട്ടുള്ളത്. ആർക്കെങ്കിലും എന്തെങ്കിലും സംശയം ഉണ്ടോ?
മതി. എന്തെങ്കിലും സംശയം ഉണ്ടെങ്കിൽ ചോദിച്ചോളൂ. നമ്മൾ എന്തൊക്കെയാ പറഞ്ഞത് ഫസ്റ്റ്? ഇതിലുള്ള ചാപ്റ്ററിൽ എന്തൊക്കെയാ പറയുന്നതെന്ന് പറഞ്ഞു. മൂന്ന് തരം ഘനരൂപങ്ങളാണ് നമുക്ക് പറയാനുള്ളത്. പിന്നെ അതിൽ ആദ്യം ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്തത് സമചതുര സ്തൂപിക മാത്രമാണ്. സമചതുര സ്തൂപികേന്റെ ഓരോ ഭാഗങ്ങളെ കുറിച്ചും പറഞ്ഞു അല്ലെ. ശീർഷം, അതേപോലെ പാർശ്വവക്ക് അല്ലെങ്കിൽ ലാറ്ററൽ എഡ്ജ്, ബേസ് എഡ്ജ് ഒക്കെ പറഞ്ഞു. അതിനുശേഷം പിന്നെ നമ്മൾ അതുമായിട്ട് ബന്ധപ്പെട്ട ചെരിവുയരം കണ്ടെത്തുന്ന ക്വസ്റ്റ്യൻ ചെയ്തു. ഓക്കെ, നെക്സ്റ്റ് പിന്നെ നമ്മൾ എന്ത് പറഞ്ഞു? ലാറ്ററൽ സർഫസ് ഏരിയ എന്നുള്ള കൺസെപ്റ്റ് പറഞ്ഞു. ടോട്ടൽ സർഫസ് ഏരിയ എന്നുള്ള കൺസെപ്റ്റ് പറഞ്ഞു. അതിന്റെ ഇക്വേഷൻസ് പറഞ്ഞു. അത് വെച്ചിട്ട് വേറെ 2 പ്രോബ്ലം കൂടെ ചെയ്തു. ഓക്കെ അല്ലേ? ആർക്കെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ ചോദിക്കണേ. നമ്മുടെ ലാറ്ററൽ സർഫസ് ഏരിയന്റെ ഇക്വേഷൻ എന്തായിരുന്നു? 2AL ആണ്. അതേപോലെ ഉപരിതല പരപ്പളവ് അല്ലെങ്കിൽ ടോട്ടൽ സർഫസ് ഏരിയന്റെ ഇക്വേഷൻ A² + 2AL. ഓക്കെ, അപ്പൊ നമുക്ക് വൈൻഡപ്പ് ചെയ്താലോ? ഇതിന്റെ നെയിം മുഹബീബ. ഇൻഷാല്ലാ നോക്കട്ടോ, നമുക്ക് വെക്കാം. ഓക്കെ, അപ്പൊ വൈൻഡപ്പ് ചെയ്യല്ലേ?